നമസ്കാരം. ഉത്കൃഷ്ടമായ ജീവൽ പ്രക്രിയ പ്രതിഫലിക്കുന്ന ഉദാത്തവും മാതൃകാപരവുമായ സാഹിത്യകൃതി എന്ന നിലയിലാണ് വാൽമീകി രാമായണത്തിൻ്റെ പ്രസക്തി. അത്യന്തം സങ്കീർണമായ കഥയെ പ്രതീകാത്മകമായ കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിനു നേരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആദികവി രാമായണത്തിലൂടെ. ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ വികാരപരവും യഥാതഥവുമായ ചിത്രത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് രാമായണമെന്ന ടാഗോറിൻ്റെ അഭിപ്രായം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നിലവിലെ സമൂഹത്തിൻ്റെ നേർചിത്രീകരണം മാത്രമല്ല, സാമൂഹ്യ പ്രശ്നങ്ങൾ വരച്ചുകാട്ടി കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും പരിഹാരം പറയുന്നതിനാലും കൂടിയാണ് രാമായണത്തിൻ്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത്. നൂറ്റാണ്ടുകളും അതിർത്തികളും കടന്നുള്ള വിസ്മയമായി ആദികാവ്യം അനശ്വര കാവ്യമായി മാറുന്നതിന് പിന്നിലെ മാന്ത്രികതയും ഇതാണ്. രാമായണം പോലൊരു കൃതി എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല. കാട്ടാളത്തിൽ നിന്ന് വാത്മീകത്തിലേക്കുള്ള മാറ്റം എത്തി നിൽക്കുന്നത് രാമായണ കഥയിലാണ്. ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിൻ്റെ വേർപാടും മാനസിക ആഘാതവും സൃഷ്ടിച്ച ശോകം ശ്ലോകങ്ങളായി പരിണമിക്കുകയായിരുന്നു. മാതൃകാപുരുഷനായാണ് രാമനെ വാത്മീകി അവതരിപ്പിച്ചിരിക്കുന്നത്. പിതൃ പുത്രബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, സോദരബന്ധം, രാജാ പ്രജാബന്ധം എന്നിങ്ങനെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളുടെ തെളിമയാണ് രാമായണം. കാളിദാസൻ മുതൽക്ക് ഇങ്ങോട്ട് ഒട്ടേറെ മഹാകവികൾക്കും എഴുത്തുകാർക്കും രാമായണ കഥ വീണ്ടും പറയാനുള്ള പ്രചോദനമായി മാറിയതും വാൽമീകി രാമായണത്തിൻ്റെ സാഹിത്യ മൂല്യവും സാമൂഹ്യ പ്രസക്തിയും കൊണ്ടാണ്. രാമായണ കഥയുടെ കർത്താവ് ഇന്ന് വാൽമീകി മാത്രമല്ല. നൂറ്റാണ്ടുകൾക്കിപ്പുറം രാമായണം ഒട്ടേറെ പേർ എഴുതിക്കഴിഞ്ഞിരിക്കുന്നതിനു കാരണവും രാമായണത്തിൻ്റെ മൂല്യത്തെ അടിവരയിടുന്നു. രാമായണം കേവലം ഒരു കഥയല്ല. മനുഷ്യനെന്ന നിലയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് വെവ്വേറെ ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ആദികാവ്യം പകർന്നു നൽകുകയും ചെയ്യുന്നു. രാമായണം ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും വെവ്വേറെ ജീവിത രീതിയിലൂടെയുള്ള ധർമ്മ പരിപാലന മാർഗങ്ങളുണ്ട്. ശരിയായ ധർമ്മ പരിപാലനത്തിനിടയിലെ വിഘ്നങ്ങൾ സ്വാഭാവികമാണെന്നും ആത്യന്തികമായ വിജയം ധർമ്മ പരിപാലനത്തിനുമെന്നുമാണ് രാമായണം ഉദ്ഘോഷിക്കുന്നത്. സാഹിത്യം ജീവന് വേണ്ടിയാകുന്നത് ഇവിടെയാണ്. സ്വയം വിലയിരുത്തലിന് ഉതകുന്ന ചിന്തോദ്ദീപകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ വികാസം പ്രാപിക്കുന്നത്. ആത്മവിമർശനം വ്യക്തികൾക്കും സമൂഹത്തിനും സമ്മാനിക്കുന്ന നേർചിന്തയാകണം രാമായണ കർത്താവിനെ ഇത്തരമൊരു ആഖ്യാന ശൈലി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഭാരതത്തിൻ്റെ ധാർമ്മികതയും സൗന്ദര്യവും രാമായണത്തിൽ അതേപടി പ്രതിപാദിച്ചിട്ടുണ്ട്. ജീവന്റെ അതിബൃഹത്തായ ശക്തിവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും കവിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാരതത്തിൻ്റെ ധാർമ്മികതയാണ് അതിൻ്റെ സൗന്ദര്യശാസ്ത്രം. അതുതന്നെയാണ് രാമായണം ഉദ്ഘോഷിക്കുന്നതും. ഭരണം കൈയാളുന്നവന് മാത്രമല്ല, സമൂഹത്തിൽ വിവിധങ്ങളായ തൊഴിൽ ചെയ്യുന്നവരുടെ മനോഗതിയും രാമായണം ചർച്ച ചെയ്യുന്നു. രാജാവിനും പ്രജയ്ക്കും പ്രകൃതിക്കും നിയമം ഒരുപോലെ എന്നതിൻ്റെ സൂചനകൾ രാമായണത്തിൽ പല സന്ദർഭങ്ങളിലും കാണാവുന്നതാണ്. ഈ തിരിച്ചറിവ് ആദർശ ജീവിതത്തിലേക്കുള്ള പ്രേരക ശക്തിയാണ്. മനുഷ്യ സഹജമായ കുറവുകളോടുകൂടിയാണ് രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ജീവിത ആദർശവും നിസ്വാർത്ഥവും മാതൃകാപരവുമായ പ്രവൃത്തികളിലൂടെയും അധർമ്മത്തിനുമേൽ രാമൻ വിജയം നേടുന്നു. ഇത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. തൻ്റെ വിജയത്തെ സമൂഹത്തിൻ്റെ വിജയമായി കാണാനാണ് രാമനിഷ്ടം. ഭരണാധികാരിക്കുണ്ടായിരിക്കേണ്ട ആദർശ ധീരത കുത്തി നിറച്ചാണ് രാമനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വായനക്കാർക്ക് കാണാം. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ പാരസ്പര്യത്തിൻ്റെ ആകെ തുക കൂടിയാണ് രാമായണം. ഈ നിലയ്ക്ക് സനാതന ഭാരതധർമ്മം പ്രതിപാദിക്കുന്ന കൃതി എന്ന നിലയിലാണ് രാമായണം ലോക സാഹിത്യ ഭൂപടത്തിൽ മൂല്യവത്തായി നിലനിൽക്കുന്നത്. ജീവിത വഴിയിലെ വീഴ്ചകളും ഉയർച്ചകളും നേരിടുന്നതിന് നാം എപ്രകാരം സജ്ജമായിരിക്കണം എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ രാമായണം നമ്മോട് പറയുന്നു. ഉത്തരവാദിത്തങ്ങൾ, ധർമ്മങ്ങൾ, കുറവുകൾ, കാഴ്ചപ്പാടുകൾ, ജീവിത രീതികൾ, സ്നേഹം, ദയ, കോപം, വാത്സല്യം, ദീനാനുകമ്പ തുടങ്ങിയ ഇന്ദ്രിയ സഹജമായ വികാരങ്ങളും പ്രവൃത്തികളും കഥാപാത്രങ്ങളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും അനുകരണീയമാം വിധം ഈ ലോകോത്തര കൃതിയിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. ജീവിതത്തോടുള്ള സമീപനത്തിലും മാനവികതയിലും ഊന്നിയുള്ള കഥാപാത്ര നിർമ്മിതിയിലും സമ്പന്നമായ കൃതി എന്ന നിലയിൽ
മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കാൻ രാമായണത്തിന് കഴിഞ്ഞു. ജീവിതഗന്ധിയും മൂല്യാധിഷ്ഠിതവുമായ സാഹിത്യകൃതിക്കു മാത്രമേ ലോകമെമ്പാടുമുള്ള സഹൃദയ മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കാനാകൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് രാമായണ മഹാകാവ്യം. ഭാരതത്തിലെ വലിയൊരു ജനവിഭാഗം ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം തേടുന്നത് രാമായണത്തിലാണ്. കഥാപാത്രങ്ങളെയും ജീവിത വഴിയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെയും താരതമ്യം ചെയ്ത് സ്വയം പരിഹാരം തേടുന്നത് രാമായണത്തോട് ഇക്കൂട്ടർ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറമുള്ള ഈ പ്രതിഭാസം രാമായണത്തിൻ്റെ സാമൂഹ്യ പ്രസക്തിയെ അടിവരയിടുന്നു. ഭൗതിക സുഖത്തിന് പിന്നാലെ പായുന്ന ആധുനിക സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന് ഇനിയും പഠിക്കാനുണ്ട്. കേവലമായ ഇന്ദ്രിയ സുഖങ്ങൾക്കുപരിയായി സേവന തൽപരതയിൽ ഊന്നിയ രാമന്റെ നിസ്വാർത്ഥ ജീവിതത്തിലൂടെ ആദികവി വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത് നാം ഇനിയെങ്കിലും ഉൾക്കൊള്ളേണ്ടതാണ്. വെറുപ്പിന്റെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് രാമൻ യുദ്ധം നയിച്ചിട്ടേയില്ല. അധർമ്മത്തിനുമേൽ ധർമ്മത്തിന്റെ വിജയം ലക്ഷ്യമിട്ടുള്ള ശത്രു നിഗ്രഹം എന്ന ആശയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. വൈകാരികതയ്ക്ക് അടിപ്പെട്ടു പോകാത്ത ഭരണാധികാരിയായ രാമനിൽ ഭരണതന്ത്രജ്ഞത ഏതാണ്ടൊരു കാവ്യനീതി പോലെ സാംശീകരിക്കുക വഴി സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ നിന്നുപരിയായ സ്ഥാനപ്രതിഷ്ഠയാണ് രാമായണത്തിന് ലഭ്യമായത്. രചനയിലെ സത്യസന്ധത കൊണ്ട് ഭാരതത്തിൻ്റെ സാംസ്കാരിക മനസ്സായി മാറുകയായിരുന്നു വാൽമീകി രാമായണം. ജനകോടികളെ രാമഭക്തരാക്കി മാറ്റുക എന്നതായിരുന്നില്ല വാൽമീകിയുടെ ലക്ഷ്യം. വിരോചിതമായ മാതൃകാപുരുഷൻ എന്ന നിലയിൽ രാമനിലെ ഭരണാധികാരിയെയും ഭർത്താവിനെയും പുത്രനെയും വരച്ചുകാട്ടി എന്നത് നേര്. മറ്റ് കഥാപാത്രങ്ങളെയും അതെ. കുറവുകളോടുകൂടിയ മനുഷ്യജന്മം എന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രീകരണം ആഗ്രഹിച്ചുകൊണ്ടാവണം ഇക്കാലത്ത് മറ്റുള്ളവരാൽ എഴുതപ്പെട്ട രാമായണ കൃതികളെല്ലാം തന്നെ കഥാപാത്ര സൃഷ്ടിയിലും കഥാകഥനത്തിലും വ്യത്യസ്തത പുലർത്തിയതും. വായനക്കാരെ ശരിയായ ദിശയിലൂടെ നയിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സാഹിത്യ സൃഷ്ടികളുടെ മുഖ്യ ലക്ഷ്യം. മാനവികതയിൽ ഊന്നിയ കാഴ്ചപ്പാടുകൾ ഉറപ്പാക്കലാണ് രചനയുടെ സാഹിത്യ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് അനിവാര്യമായ മറ്റൊരു ഘടകം. ഇപ്രകാരം ഞാനെന്ന ഭാവം മാറ്റി സത്യത്തിലേക്കും ആനന്ദത്തിലേക്കും നേർദിശയിലേക്കും സമൂഹത്തെ നയിക്കുക വഴി രാമായണത്തിൻ്റെ മൂല്യം വാക്കുകൾക്കതീതമാകുന്നു. യുദ്ധനീതി, സ്ത്രീകളോടുള്ള സമീപനം, നിയമ നിർവഹണം, രാഷ്ട്രമീമാംസ, മാതാപിതാക്കളോടുള്ള സ്നേഹം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ തത്കാലീന സമൂഹത്തിൻ്റെ പ്രതിഫലനം യഥാവിധി രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ ഇത്തരം കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്ത സമീപനം പുലർത്തുന്നവർ പോലും രചയിതാവിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സഹിഷ്ണുത, ദയ, സ്നേഹം, മമത, കരുണ, ത്യാഗം തുടങ്ങിയ ഉദാത്ത വികാരങ്ങളുടെ സമന്വയമാണ് മാതൃകാപുരുഷൻ രാമനിൽ രചയിതാവ് സമഞ്ജസിപ്പിച്ചത്. ശൂരവീരപരാക്രമിയായ രാമരൂപവും കൃതിയിലൂടെ നമുക്ക് പരിചിതമാകും. രാമനിലൂടെ സൃഷ്ടിക്കപ്പെട്ട സാമൂഹ്യനീതി കൈമോശം വന്നിരിക്കുന്ന ഇക്കാലത്ത് ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് ആശ്ചര്യമായി തോന്നിയേക്കാം. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഭക്തിയിലുപരിയായി രാമായണം ജനമനസ്സുകളിൽ ഇടം നേടി എന്നത് സമൂഹത്തോട് ഈ കൃതി എത്രമാത്രം നീതി പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. സാഹിത്യകൃതികളുടെ മൂല്യം അളക്കുന്നത് അവ സ്വീകരിക്കപ്പെടുന്ന രീതിയിലും കൂടിയാണല്ലോ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വഴികാട്ടിയാകുന്ന കൃതി എന്ന നിലയിൽ രാമായണത്തെ നാട് ഒന്നാകെ ഇന്നും നെഞ്ചോട് ചേർത്തിരിക്കുന്നു. രാജാവ്, പ്രജ ആരുമാകട്ടെ ഇവർ പാലിക്കേണ്ട ജീവിത മൂല്യങ്ങൾ, പ്രകൃതിയോടുള്ള സമീപനം, ദീനാനുകമ്പ എന്നിങ്ങനെ മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ ഉദാത്തമായ അടയാളപ്പെടുത്തലുകളുടെ കലവറയാണ് രാമായണം. താൻ പറയാനുറച്ച കാലഘട്ടത്തിൻ്റെ ചിത്രീകരണവും പുനരാവിഷ്കരണവും കാവ്യരൂപത്തിൽ കുറിച്ചിട്ടതാണ് രാമായണം. സമീപനത്തിലെ സത്യസന്ധതയുടെ അടിത്തറയിൽ രചിച്ച രാമായണ മഹാകാവ്യം കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിരുകൾ കടന്ന് അതേ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ സൽപ്പേരാണ് വാൽമീകിയിൽ വന്നുചേരുന്നത്. വരും തലമുറകൾക്ക് വഴികാട്ടിയായി രാമായണം മാറുന്നതിൻ്റെ കാരണവും മൂല്യാധിഷ്ഠിതമായ സാഹിത്യകൃതി എന്നതല്ലാതെ മറ്റൊന്നല്ല. നൂറ്റാണ്ടുകൾക്കിപ്പുറം നിന്നുകൊണ്ട് സാങ്കേതിക വിദ്യയുടെയും യുക്തിയുടെയും പിൻബലത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ രാമായണത്തിനു നേരെ നമുക്ക് എറിയാവുന്നതാണ്. അപ്പോഴും ഉത്തരമില്ലാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിക്കും. ഇത്തരം ചോദ്യങ്ങൾ നമ്മെ രാമായണത്തെ വീണ്ടും ആഴത്തിൽ പഠിക്കാൻ പ്രേരിപ്പിക്കും. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പിൻബലത്തിൽ നാം നേടിയ ഭൗതിക സൗകര്യങ്ങൾ
രാമായണത്തിൽ വർണ്ണിക്കപ്പെട്ട സുഖ സൗകര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കൃതി നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്നത്. യന്ത്രവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഇന്നത്തെ സുഖ സൗകര്യങ്ങളോട് കിടപിടിക്കുന്നതോ സമാനമായതോ അതിലുപരിയായതോ ആയ വിവരണങ്ങളും ചിത്രീകരണങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന കൃതിയാണ് രാമായണം. പുഷ്പക വിമാനം, നിർമ്മാണ വൈഭവം വിളിച്ചോതുന്ന കൊട്ടാരങ്ങളുടെ വിവരണങ്ങൾ എന്നിങ്ങനെ ഗതകാല സമൂഹത്തിൻ്റെ പേരും പെരുമയും നമ്മെ അത്ഭുത ചിത്തരാക്കുന്നു. ഇതെങ്ങനെ എന്ന് ചിന്തിക്കാൻ പോലും മനസ്സിന് കഴിയുന്നില്ല. രാമായണകൃതി വീണ്ടും പഠിക്കേണ്ടി വരുന്നത് ഇവിടെയാണ്. കാൽപ്പനികതയ്ക്കും ചില അതിരുകളില്ലേ? ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് രാമായണം കൂടുതൽ അർത്ഥവത്തും സമകാലിക പ്രസക്തവും കാലാതിവർത്തിയാകുന്നതും. ഏതൊരു കൃതിയുടെയും സാഹിത്യമൂല്യം വിലയിരുത്തുന്നതും ഇത്തരത്തിലെ ഒട്ടേറെ കാര്യങ്ങളുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഹൈന്ദവ ചിന്ത പ്രകാരം സമൃദ്ധിയുടെ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്ന ശുദ്ധീകരണ കാലയളവാണ് രാമായണ മാസമായി ആചരിക്കുന്ന കർക്കടകം. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതവും ധർമ്മനിഷ്ഠയും പകരുന്ന കരുത്ത് ആർജിക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുമായിട്ടാണ് കർക്കടക മാസത്തിലെ രാമായണ പാരായണം. വാൽമീകി രാമായണത്തിൻ്റെ ചൈതന്യത്തിലേക്കും ആഴത്തിലേക്കും ഒറ്റക്കുതിപ്പിന് എത്തിപ്പെടാൻ നമുക്കാവില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരിക്കൽ അതിൻ്റെ ആഴത്തിൽ മുങ്ങിയവർ ഒന്ന് സമ്മതിക്കും. ലോക സാഹിത്യത്തിൽ മറ്റൊരു കൃതിക്കും രാമായണത്തോട് സമാനത അവകാശപ്പെടാൻ സാധിക്കില്ല. അരവിന്ദ മഹർഷിയുടെ അടയാളപ്പെടുത്തലുകൾ എത്രയോ ശരി.